ആ ഇത് തന്നെ വീട്. പാറു ധൈര്യമായിട്ട് കയറുന്നു. ഈ ഇത് തന്നെയാണെന്നതിന് കുഴപ്പമുണ്ടോ? ആവശ്യമോ? പാറു ഇവരോട് നീ സംസാരിച്ച് ചെയ്യാറില്ല, ഞാൻ തന്നെ ചോദിക്കാം. ഹായ് ഏക മാത്യൂസ് ഹായ്. പാറു ഹേ ആണോ അതോ ഹോമാണോ ശരി? മാത്യൂസ് ഹോം ഹേ अरे आप क्या चाहता है भाई? माथुर सेठ को है। माथुर सेठ अभी चर्चा में है, आधे घंटे में वापस आएगा। तुम लोग अभी जाओ और वापस आओ और आने तक इधर इंतजार करो, मुझे कुछ जरूरी काम करना है। ओह तुम फाइनल हिंदी आ रहे हो भाई, कुरेचे बोलो, मुझे मालूम हिंदी कुरेचे मालूम। ഇവരെന്താണ് പറയുന്നത്? മാധുസേട്ടൻ ആണല്ലോ. क्या पागल आदमी है, मैं आता हूँ मोलूती। അവൻ ഇപ്പൊ പറഞ്ഞതേ എനിക്ക് മനസ്സിലായി. പാഗൽ ആത്മി എന്ന് പറഞ്ഞാലേ ഭ്രാന്തൻ. അവൻ എന്നെ കണ്ടിട്ട് ഭ്രാന്തനാണെന്നാണോ തോന്നിയത്? കുറ്റം പറയാൻ പറ്റില്ല. ചില സമയത്ത് നിന്റെ പെരുമാറ്റം കണ്ട ആർക്കും അങ്ങനെ തോന്നാം. അങ്ങനെ പറഞ്ഞു കൊണ്ട് സാക്ഷി ഭാര്യ നല്ല മലയാളം പറയുന്നു. ഇങ്ങനെ മലയാളം അറിയാമായിരുന്നിട്ടാണ് നീ ഇത്ര നേരം വെറുതെ ഹിന്ദി പറയിപ്പിച്ച് ഇഷ്ടപ്പെടുത്തിയത്. ഞാൻ 15 വർഷമായി സേട്ടാ മധുസേട്ടന്റെ കൂടെ. സേട്ടൻ എന്നെ മലയാളം പഠിപ്പിച്ചു, ഞാൻ സേട്ടനെ ഹിന്ദി പഠിപ്പിച്ചു. ഓ അപ്പൊ നിന്റെ ഭാര്യ കൂടെ ഉണ്ടാവല്ലോ. അങ്ങനെയാണോ നീ നേരത്തെ മോളിക്കുട്ടിന്ന് വിളിച്ചത്? അല്ല ചേച്ചി, അതിവിടുത്തെ പശുവാണ്. ഇവിടുത്തെ ഓരോ പശുവിനും മധുസേട്ടൻ ഓരോരോ പേരിട്ടിട്ടുണ്ട്. അത് മോളിക്കുട്ടി, ദൂസര ഗ്രേസിക്കുട്ടി, തീസര റോസിക്കുട്ടി, കുൽ മിലാക്കർ 10 പശുവുണ്ട്. അന്ന് നീലകണ്ഠൻ നായർ സാറിനൊപ്പം ഇവിടെ വന്നപ്പോൾ മാത്യൂസേട്ടൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. സോനക്കുട്ടിയെ കൂടാതെ എനിക്ക് 10 കുട്ടികൾ കൂടി വേറെ ഉണ്ട്. സോനക്കുട്ടിയുടെ കാര്യം മധുസേട്ടന് ഭയങ്കര സങ്കടമാണ് സേട്ടാ. ആയി സോന മാത്യൂസിന്റെ കാര്യം ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ സംസാര വിഷയമാണ്. സോനക്കുട്ടി രക്ഷപ്പെടുമോ സേട്ടാ? അറിയില്ല ഭായി. എന്തായാലും അവളുടെ കാര്യത്തിൽ പുതിയ കുറച്ച് നീക്കങ്ങൾ അടുത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങളുടെ MD പറയുന്നത് കേട്ടു. ഞങ്ങളുടെ ഭാരത് വിഷൻ ചാനലാണ് സോന മാത്യൂസിന്റെ ദുരന്തകഥ ആദ്യമായി പുറം ലോകത്തെ അറിയിച്ചത്. ഞാൻ ഇവിടെ വരുമ്പോൾ സോനാക്കുട്ടിക്ക് ആയു 10 है, मेरा रोशनी बेटिക്ക് ആയു എൻ്റെ സ്വന്തം ബേട്ടി പോലെയാണ് ഞാനും അവളെ നോക്കിയത്. മാതാപിതാക്കൾ മക്കളെ ഒരുപാട് സ്നേഹിച്ച് ഉന്നത വിദ്യാഭ്യാസം നൽകി വളർത്തും. പക്ഷെ മക്കൾക്ക് തിരിച്ചറിവാകുമ്പോൾ അവരിൽ ചിലർ രക്ഷിതാക്കളെ ധിക്കരിച്ച് പുതിയ വഴികൾ. ഭായി സോന മാത്യൂസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയാമോ? അത് ചേച്ചി മതസേട്ട വന്നിട്ട് പോലെ കേസൊക്കെ ഉള്ളതല്ലേ. ഞാനെന്തെങ്കിലും പറഞ്ഞ കാരണം ഈ ഫാമിലിക്ക് ഒരു കുഴപ്പവും വരാൻ പാടില്ല. ഭായി ഈ കേസിന്റെ തുടക്കം മുതൽ ഈ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് ഞങ്ങളുടെ ചാനൽ മാത്രമാണ്. ഇവർക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. ഭാര്യയുടെ ജോലിക്ക് വന്നത് മുതൽ സോന മാത്യൂസുമായി ബന്ധപ്പെട്ട് ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന അനുസരിച്ച് പറഞ്ഞു തന്നാൽ മതി. നമസ്കാരം. ഭാരത് വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ സുപ്രഭാതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യ മുഴുവൻ ചർച്ചാ വിഷയമായ സോന മാത്യൂസ് കേസിലെ സോണിയുടെ തറവാട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം എത്രത്തോളം പ്രാധാന്യം നിറഞ്ഞതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിൽ സോനയുടെ യഥാർത്ഥ ജീവിതകഥ അയൽവാസികളുടെയും ബന്ധുക്കളുടെയും വാക്കുകളിലൂടെ അവരുടെ ഓർമ്മകളിലൂടെ ഞങ്ങൾ അനാവരണം ചെയ്യുകയാണ്. Yes, here we begin the untold real story behind Sona Mathews case. നിർത്തിക്കേ. എന്താ ചേട്ടാ ഇത്? ഞങ്ങൾ വിഷ്വൽസ് എടുക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ക്യാമറയുടെ മുന്നിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ചാടി വന്ന് വീഴാമോ? കിടക്കുന്നത്. Hey mister, നിങ്ങൾ എന്തിനാ ഇതിനെ കണ്ടത്? എനിക്ക് അത് തന്നെ ചോദിക്കാനുള്ളത്. ചാനലുകാർക്ക് എന്താ വീട്ടിൽ കാര്യം? ചേട്ടാ ഞങ്ങൾ സോന മാത്യൂസ് കേസുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണ്. അവന്റെ ഒരു ഇന്റർവ്യൂ? ഇതൊന്നും ഈ വീട്ടിൽ നടക്കത്തില്ല. എല്ലാവരും അറിയിക്കേ. അത് പറയാൻ ഈ താങ്കളാണോ? കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന യുവ നേതാവ് CBK തോമസിനെ ഭാരത് വിഷൻ ചാനലിലെ പാർവതി രാജന് കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ? ഇയാൾ ഭയങ്കര കലാട്ടയാണ് ചേച്ചി.
പണ്ട് മത്തസേട്ടനോട് താൻ ചോദിച്ച് കൊടുക്കാഞ്ഞതിന് സേട്ടന്റെ പശുഫാമിൽ ഭയങ്കര ഗന്ധാണെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്ത് കൂട്ടിക്കാൻ നോക്കി. ഇപ്പൊ സോനാക്കുട്ടിയെ പൈസ കൊടുത്താൽ കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞ് മത്തസേട്ടനെ എപ്പോഴും ശല്യപ്പെടുത്തി. ഓഹോ, അത് നിങ്ങളാണോ? നമസ്കാരം. ഈ മഹാനെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഇപ്പൊ മാത്രം ഉണ്ടായത്. എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. CBK തോമസ്, SSDP പാർട്ടിയുടെ ജില്ലാ നേതാവ്. സോനമാർക്കീസ് കേസ് ഇത്രത്തോളം വഷളാക്കിയത് നിങ്ങളുടെ പാർട്ടിയുമാണ്. പിന്നെ ഞങ്ങളുടെ സമുദായത്തിലെ ഒരു പെൺകൊച്ചിന് ഒരു തട്ടുകേട് വന്നാൽ പിന്നെ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കണോ? ഈ വിഷയം ഞങ്ങളുടെ പാർട്ടി സമുദായത്തിന്റെ അഭിമാന പ്രശ്നമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അതോടെ ഈ പ്രദേശത്തെ 2 സമുദായങ്ങളിലെ ചിലർ തമ്മിൽ ശത്രുതയിലായി. സോന മാത്യൂസ് കേസിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾ ശരിയായിരുന്നെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ? സ്വന്തം സമുദായത്തെ വഞ്ചിച്ച് അന്യ സമുദായത്തിലെ മതതീവ്രവാദി ആയതിന്റെ ഫലമാണ് അവൾ ഇന്ന് അനുഭവിക്കുന്നത്. കൊള്ളാം നേതാവേ, പ്രണയക്കുറുക്കിൽ വീണുപോയ പെൺകുട്ടിയെ മത തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്നു. ആടിനെ 6 മണികൾ പട്ടിയാക്കുന്ന നിങ്ങളുടെ പാർട്ടിക്ക് ചാനൽ ചർച്ചകളിൽ ഉപയോഗിക്കാൻ കൊള്ളാം. സോന മാത്യൂസ് നിന്നെ പോലെ ഒരു പിഴച്ച പെണ്ണായിരുന്നു. ഈ സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വന്നു തരുന്ന ഒരു നികഷ്ട ജീവി. നിർത്തണം. എന്റെ മകളെ പറ്റി ഇനിയും അനാവശ്യം പറയരുത്. അല്ല, അവൾ നമ്മുടെ സമുദായത്തിന് വരുത്തിയ അപമാനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പള്ളിക്കും സഭാനിയമങ്ങൾക്കും എതിരായി ജീവിക്കുന്ന നിനക്ക് സമുദായത്തെ പറ്റി പറയാൻ എന്തവകാശമാണുള്ളത്? ഈശ്വര വിശ്വാസമില്ലാത്ത ഇത്തരക്കാരാണ് മതീശ്വര സമുദായ സംരക്ഷകരായ വേഷം കെട്ടി എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. എല്ലാം അവരുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് മാത്രം. ഇവന് ഞാനുമായോ എന്റെ കുടുംബവുമായോ യാതൊരു ബന്ധവുമില്ല. നിഷ്കളങ്കരായ അട്ടിക്കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര പിടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായണികൾ. ഇവൻ വിളിച്ച് നിങ്ങളെന്തെങ്കിലും മോശങ്ങൾ പെരുമാറിയോ മക്കളെ? മാറ്റുചേട്ടാ, ഈ മാന്യദേഹത്തിൽ നിന്ന് എപ്പോഴും അതിശയം പ്രതീക്ഷിക്കാൻ പറ്റൂ. ഇയാളിവിടുത്തെ ആരുമല്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് പറയാമല്ലോ. കടക്കൂ പുറത്ത്. ഒരു പൊതുപ്രവർത്തകനാണ് നിങ്ങൾ അപമാനിച്ചു വിടുന്നതെന്ന് മറക്കണ്ട. ഞങ്ങളത് കേട്ട് പേടിച്ചു. കാണിച്ചു തരാം. അവനൊരു വിഷപ്പാമ്പാണ്. നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കണം. വിഷപ്പാമ്പുകളുമായി നിത്യവും സഹവസിക്കുന്ന സർപ്പയജ്ഞക്കാരെ പോലെയാണ് ഞങ്ങൾ ചാലിക. നിങ്ങൾ വന്നിട്ട് കുറെ കാലമായോ? ഞാൻ കുർബാന കഴിച്ച് ജോസഫച്ചനുമായി സംസാരിച്ചിരുന്ന കാരണം സമയം പോയത് അറിയില്ല. ഞങ്ങൾ ഈ വീടിന്റെയും പരിസരത്തിന്റെയും കുറച്ച് വിഷ്വൽസ് എടുത്ത് തുടങ്ങാമെന്ന് കരുതി കുറച്ച് നേരത്തേക്ക് പോകും. മാറ്റുശ്രീട്ടൻ ജോസഫച്ചൻ എന്ന് പറഞ്ഞത് ഫാദർ ജോസഫ് വീട്ടുകാരെ കുറിച്ചാണോ? അതെ, നിങ്ങൾക്ക് ജോസഫച്ചനെ പരിചയമുണ്ടോ? സോന മാത്യൂസ് കേസിൽ എംബസി തലത്തിൽ ഇടപെടലുകൾ നടത്തിയ കാര്യങ്ങൾ എത്രത്തോളം എത്തിച്ച് ഫാദർ ജോസഫ് വീട്ടുകാരെ ആർക്കാണ് അറിയാത്തത്? കൂടാതെ അദ്ദേഹം ഞങ്ങളുടെ ഭാരതദേശൻ ചാനലിന്റെ MT നീലകണ്ഠൻ സാറിന്റെ ഒറ്റ സുഹൃത്തു കൂടിയാണ്. ജോസഫ് അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളുടെ ചാനൽ സോന മാത്യൂസ് കേസ് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ പ്രക്ഷേപണം ചെയ്തത്. അതിന് ഞാൻ ജീവിതകാലം മുഴുവൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഈ മലയോര ഗ്രാമത്തിൽ വന്നു പറഞ്ഞ ഒരു മാലാക്ക കുഞ്ഞായി എന്റെ സോന. ഒരു വിദേശ രാജ്യത്തിന്റെ ഇരുണ്ട തലമുറയ്ക്കുള്ളിൽ കഴിവറ കാത്തുകിടക്കുന്ന ഒരു കുറ്റമാണ്. എന്റെ കർത്താവേ, ഒരു പിതാവ് ഇത്തരം ഒരു പീഡാനുഭവം കൊടുക്കരുത്. മാറ്റുചേട്ടാ, അങ്ങ് ഒരിക്കലും തളരരുത്. ഈ ലോകം മുഴുവൻ അങ്ങോടൊപ്പം സോനമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മകളെ, ജീവിതത്തിൽ സ്നേഹിച്ച ഈ പിതാവിന്റെ കണ്ണീർ നിങ്ങൾ കാണുക. യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെ മറന്ന് തിന്മയുടെ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഓരോ മക്കളുടെയും മനസ്സിൽ ഈ കണ്ണുനീർ തുള്ളികൾ കനലായി നീർ ജ്വലിക്കണം. ഒരു മകളെ കൈകളിലേക്ക് ഇട്ട് തന്ന് എന്റെ എന്റെ കുട്ടിക്കർത്താവിലേക്ക് പോയി. ആരോടുത്തുമില്ലാതെ അവളെ ഞാൻ വളർത്തി. എന്നാത്തിനാ കരയില്ല? അച്ചാച്ചനില്ലേ കൊണ്ട് നോക്ക്. എന്റെ പൊന്നുമ്പോ
ചക്കരക്കുട്ടി ചക്കരക്കുട്ടി സോനമോളെ, നീ റെഡിയായില്ലേ? ഒരു ദിവസം കോളേജ് ഹോസ്റ്റലിൽ നിന്ന് സോനാമോളെ കാണാമെന്ന് പറഞ്ഞ് ഫോണാണ് കേട്ടപ്പോൾ ശരീരം തളർന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി. പെട്ടെന്ന് ടാക്സി വിളിച്ച് ഹോസ്റ്റലിലേക്ക്, പിന്നെ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ എൻ്റെ സോനാമോൾ കൂടെ ഒരു ചെറുപ്പക്കാരൻ അവിടെ വെച്ച് എൻ്റെ മോളിൽ ആദ്യമായി തള്ളി പറഞ്ഞു. പിന്നെ കോടതിയിൽ വെച്ച് ഈ പാറോപ്പൻ്റെ കണ്ണിൽ കണ്ട് മജിസ്ട്രേറ്റ് പലതവണ ആവർത്തിച്ച് ചോദിച്ചു. അവിടെ വെച്ച് അവിടെ തള്ളി പറഞ്ഞു. കോടതി ചോദിച്ചപ്പോൾ ഇന്നലെ കണ്ട കാമുകനോടൊപ്പം പോകാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. ജയ ദിവസം തന്നെ അമ്മ വിളിച്ച സോനാമോളുടെ ഈ അപ്പം അന്ന് ആ കോടതി മരിച്ചു. ആ കോടതിയിൽ വെച്ച് പിരിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴാണ് മധുസേട്ടൻ സോനമോളെ കുറിച്ച് കേൾക്കുന്നത്? 5 വർഷങ്ങൾക്ക് ശേഷം ഒരു അറബ് രാജ്യത്തു നിന്നും എനിക്ക് സോനാമോളുടെ ഒരു കത്ത് വന്നു. എൻ്റെ പ്രിയപ്പെട്ട അപ്പ, ഈ കത്ത് കിട്ടുമ്പോൾ ഞാൻ എവിടെയാണെന്നറിയാതെ ഇത്ര നാളും നേറിയ അപ്പൻ ഇത്രത്തോളം ആശ്വസിക്കും എന്നെനിക്കറിയാം. എന്നത്തെയും പോലെ അപ്പൻ ആദ്യം മാതാവിൻ്റെ മുന്നിലൊരു തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥന നിരതനാവും. എനിക്ക് ജന്മം നൽകിയ ദിവസം തന്നെ ലോകം വിട്ട് എൻ്റെ അമ്മ പോയി തനിച്ചായതിനു ശേഷം പരിശുദ്ധ അമ്മയോടായിരുന്നല്ലോ അപ്പൻ എല്ലാ സങ്കടങ്ങളും പരിഭവങ്ങളും പങ്കുവച്ചിരുന്നത്. ഇനിയും യവന് ഒരുപാട് ബാക്കി നിൽക്കുമ്പോഴും ഒരു ജീവിത പങ്കാളിയെ പോലും കൂടെ കൂട്ടാതെ അപ്പൻ എന്നെ സ്നേഹിച്ച് വളർത്തി. എൻ്റെ അപ്പ ഈ ഇടുങ്ങിയ മുറിയുടെ കിളിവാതിലൂടെ അകത്തേക്ക് പറ വീഴുന്ന നിലാവെളിച്ചം കാണുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അപ്പൻ്റെ മടിയിൽ തല വെച്ച് കിടന്ന് ഞാൻ ഉറങ്ങാൻ പോകും മുൻപായി എന്ന നേർത്ത സ്വരത്തിലുള്ള പാട്ട് കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് പോകാൻ കൊതി തോന്നുന്നു. അപ്പൻ ലാഭമില്ലാതെ അധ്വാനിച്ചു കൂട്ടിവെച്ച പണം ചെലവഴിച്ച് അന്യ സംസ്ഥാനത്തെ മികച്ച കോളേജിൽ അഡ്മിഷൻ വാങ്ങി തന്നപ്പോൾ ഈ മകൾ അളവില്ലാതെ അഹങ്കരിച്ചു പോയി. അതിലില്ലാത്ത സ്വാതന്ത്ര്യം തന്ന കോളേജ് ജീവിതത്തിൽ കൂട്ടുകാരുടെ പ്രേരണയ്ക്ക് വഴങ്ങി അല്പാൽപമായി ആസ്വദിച്ചു തുടങ്ങിയ ലഹരി മരുന്നുകൾ അമിതമാകുന്നതിന് സമയം വേണ്ടി വന്നില്ല. അതിനോടൊപ്പം ഇതിന് മതസ്ഥനായ ഒരുവന്റെ പ്രണയം കൂടി മറ്റൊരു ലഹരിയായപ്പോൾ കോടതിയിൽ വെച്ച് അപ്പനെ തള്ളിപ്പറയാൻ എനിക്ക് അശേഷം മടി വന്നില്ല. ആ കോടതി വരാന്തയിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് എന്നെ നോക്കി നിന്ന അപ്പന്റെ മുഖം ഇപ്പോഴും ഉടനാത്ത മുറിവായി മനസ്സിലുണ്ട്.
നിമിഷം നൈമിഷികമായിരുന്നെന്ന് ബോധ്യം വന്നത് ജീവിത പങ്കാളി ഒരു അന്താരാഷ്ട്ര മത തീവ്രവാദ സംഘടനയുടെ അടിയുറച്ച അനുയായിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ്. അപ്പൊ ഞാനിന്നൊരു കൊലയാളിയാണ്. മരണശിക്ഷയ്ക്ക് കാതോർത്ത് കൽത്തുറങ്ങിൽ കിടക്കുന്ന ഒരു കുറ്റവാളി. തന്നോടൊപ്പമുള്ള മറ്റു മത തീവ്രവാദികൾക്ക് ലൈംഗിക അടിമയായി മാറാൻ എന്നോട് ആവശ്യപ്പെട്ട നിമിഷം മുതൽ ഞാൻ എന്റെ ജീവിത പങ്കാളിയെ വെറുത്തു. അതൊരു പുണ്യകർമ്മമായി കരുതാൻ പറഞ്ഞ് എന്നെ പ്രഹരിച്ച് അവശയാക്കിയപ്പോൾ എന്റെ കുഞ്ഞു മകളുടെ മുഖം ഓർത്തുകൊണ്ട് ഞാൻ അവനെ കൊന്നു. അപ്പൊ എന്നേക്ക് 30 നാളുകൾക്കുള്ളിൽ ഞാൻ നിത്യമായി ഉറങ്ങാൻ പോവുകയാണ്. അതെ, എന്റെ അവസാന നിദ്ര. അപ്പൊ എന്റെ മരണശിക്ഷ നടപ്പിലാകും മുൻപ് ഈ കത്തും എന്റെ കുഞ്ഞുമകളെയും ഇവിടുത്തെ അധികാരികളെ ഏറ്റുപോകുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ഈ പേരക്കുട്ടി എന്റെ അന്ത്യാഭിലാഷപ്രകാരം അപ്പന്റെ അടുത്തെത്തും. അപ്പ എന്നെക്കാളും ഏറെ സ്നേഹിച്ചവിടെ മാത്രമേ മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ ഒരു തിരിതെളിയിച്ച് ജപമാല ചൊല്ലാൻ അവളെ പഠിപ്പിക്കണം. വടിയിൽ കിടത്തി പ്രാർത്ഥനാഗാനം പാടി ഉറക്കണം. തെറ്റ് കാണുന്ന ശാസിക്കണം. സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ മനസ്സിലാക്കി കൊടുക്കണം. അവൾ വീട്ടിലും നാടിനും പ്രിയപ്പെട്ട ഒരു മാലാഖയായി വളരട്ടെ. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അപ്പന്റെ മകളായി തന്നെ പിറക്കണം. പാവനിയായ ഈ മകൾ എന്റെ പൊന്നപ്പന്റെ പാദത്തിന്റെ പശ്ചാത്താപത്തിന്റെ കണ്ണീര് കൊണ്ട് കഴുകി മനസ്സുകൊണ്ട് ചുംബിച്ച് മാപ്പ് ചോദിക്കുന്നു. അപ്പോ എനിക്ക് തെറ്റുപറ്റിപ്പോയി. പരിശുദ്ധനായ ദൈവമകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. അപ്പാ, പാപിനിയായ ഈ മകൾ പ്രാർത്ഥനയോടെ വിട ചൊല്ലുന്നു. അപ്പാ, അപ്പാ. ആ കത്ത് വായിച്ചു തീർന്നപ്പോൾ ജീവിതാനുഭവങ്ങളുടെ വീടുകൾ ഏറ്റുവാൻ നിർത്തിയിടഞ്ഞ് എന്നിലെ പിതാവ് വീണ്ടും ഉയർത്തിരുന്നേറ്റു. കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളെ രക്ഷിച്ചെടുക്കുന്ന ആ നല്ല ഇടയുടെ മുന്നിൽ രാത്രികൾ മുഴുവൻ ഞാൻ മുട്ടിന്മേൽ നിന്ന് മനമൊരുക്കി എന്റെ മകളെ രക്ഷിക്കാൻ പ്രാർത്ഥിച്ചു. ഈ പിതാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. സോനമോളുടെ ദുരവസ്ഥ അറിഞ്ഞ് ഫാദർ ജോസഫ് നെട്ടുരാൻ റെഡ് ക്രോസിന്റെ സഹായത്തോടെ ഇന്ത്യൻ എംബസി വഴി ഈ കേസിൽ ഇടപെട്ടു. ഞങ്ങളുടെ ഭാരത വിഷൻ ചാനൽ നിരന്തര പ്രക്ഷേപണങ്ങളിലൂടെ സോന മാത്യൂസ് കേസ് ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങളുടെ ചാനലിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ ലോകപ്രശസ്ത വ്യവസായി ശ്രീ അഹമ്മദ് അലി അറബ് രാജ്യത്തെ ഭരണാധികാരികളുമായി നിരന്തര ചർച്ച നടത്തി സമ്പർക്കം ചെലുത്തിയതിന്റെ ഫലമായി ആ രാജ്യത്തെ പരമോന്നത കോടതി സോന മാത്യൂസ് കേസ് പുനർവിചാരണയ്ക്കെടുക്കാൻ തയ്യാറായി. വിചാരണ പൂർത്തിയായ ആ കേസിന്റെ അന്തിമ വിധി ആ രാജ്യത്തെ സമയക്രമം അനുസരിച്ച് നോക്കിയാൽ ഇന്ന് ഇവിടുത്തെ ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് പ്രസ്താവിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം 8 മണി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പോൾ ആ വിധി പ്രസ്താവിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഫോൺ എടുക്കുന്നു. ഹലോ സാർ, അതെ, ഇവിടെ സോനയുടെ വീട്ടിൽ തന്നെയാണ്. അതെ, ലൈവ് പൊക്കൊണ്ടിരിക്കുകയാണ് സാർ. അതെയോ? സ്ക്രോൾസ് വന്നുകൊണ്ടിരിക്കുന്നോ? ഓ യെസ്, we want it. This is a victory of prayer, victory of humanity, victory of our secular nation. എന്റെ പാറൊന്ന് മലയാളത്തിൽ പറ. സോന മാത്യൂസ് കേസിൽ നമ്മളെല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന അറബ് രാജ്യത്തെ പരമോന്നത കോടതിയുടെ അന്തിമ വിധി വന്നിരിക്കുന്നു. സോന മാത്യൂസിന്റെ മരണശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. എന്റെ കർത്താവേ, നിനക്ക് നന്ദി. എന്റെ രക്ഷകൻ, നീ എന്റെ മോളെ രക്ഷിച്ചു. വിധിയുടെ വിശദാംശങ്ങൾ ഇതൊക്കെയാണ്. സോന മാത്യൂസ് നടത്തിയ കൊലപാതകം ഭർത്തൃപീഡനങ്ങളുടെ പരിണിത ഫലമായി സ്വരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണെന്നതും വളരെ ചെറുപ്പമാണെന്നതും മറ്റൊരു രാജ്യക്കാരിയാണെന്നതും കോടതി പ്രത്യേകം പരിഗണിച്ചു. എന്നാൽ
മനഃപൂർവ്വം അല്ലെങ്കിലും സോന മാത്യൂസ് നടത്തിയത് കൊലപാതകം തന്നെ ആയതിനാൽ 5 വർഷക്കാലം കഠിന തടവിൽ കോടതി വിധിച്ചിട്ടുണ്ട്. ഇതിൽ സോന മാത്യൂസ് നാളിതോടെ തടവിൽ കഴിഞ്ഞ 3 വർഷം ശിക്ഷാ കാലയളവായി കണക്കാക്കുന്നതാണ്. എന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞാൽ സോന മാത്യൂസിന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാം. മാത്യൂസ് ചേട്ടാ, ഈ സന്തോഷ നിമിഷത്തിൽ വിധിയെപ്പറ്റി എന്തു പറയുന്നു? ദൈവത്തിന് സ്തുതി. പാപത്തിന്റെ ശമ്പളം മരണമാണ് മക്കളെ. എന്നാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കണ്ണീരോട് പ്രാർത്ഥിക്കുന്നവരെ കൈവിടില്ല. അവിടുന്ന് അവരെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കും. തീർച്ച. ഒരിക്കൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട മകളെ തീവ്ര പ്രാർത്ഥനകളിലൂടെ തിരികെ പിടിച്ച ഒരു മാതാപിതാവിന്റെ സന്തോഷങ്ങളിൽ ഒപ്പം ചേർന്നുകൊണ്ടും വിവാഹം മാതാപിതാക്കളുടെ ഇഷ്ടത്തോടും സമ്മതത്തോടുകൂടെ മാത്രമേ നടത്തുകയുള്ളൂ എന്ന സ്വന്തം തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ടും ക്യാമറമാൻ സജിത്തിനൊപ്പം ദിസ് ഈസ് പാർവതി രാജ്, ഭാരത് വിഷൻ സൈനിങ് ഓഫ്.